ബാംഗ്ലൂരിൽ 22 വയസ്സുകാരിയായ യുവതിയെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആസൂത്രിതമായ കൊലപാതകമെന്ന് പോലീസ്. ബാംഗ്ലൂരു സൗത്ത് മഗഡി സ്വദേശിനിയായ ഭവാനിയാണ് കൊല്ലപ്പെട്ടത്. തികലരപാളയിലെ മൊബൈൽ ഫോൺ കടയിൽ ബില്ലിംഗ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്തു വരികയായിരുന്നു ഭവാനി. സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഭവാനിയുടെ പങ്കാളിയും ഓട്ടോ ഡ്രൈവറുമായ ചന്ദ്രശേഖറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിഷം ഉള്ളിൽ ചെന്ന് അബോധാവസ്ഥയിലായ ഇയാൾ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യാതരഹള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഹൊസഹള്ളി റോഡിലുള്ള താമസ സ്ഥലത്ത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഭവാനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വർഷങ്ങളായി പ്രണയത്തിലായിരുന്ന ഭവാനിയും ചന്ദ്രശേഖരും വീട്ടുകാരറിയാതെ ഒരു വർഷം മുൻപാണ് വിവാഹിതരായത്. എന്നാൽ ചന്ദ്രശേഖർ നേരത്തെ വിവാഹിതനാണെന്ന കാര്യവും ഇയാൾക്ക് 6 വയസ്സുള്ള ഒരു കുട്ടിയുണ്ടെന്ന വിവരവും ഭവാനി അടുത്തിടെയായിരുന്നു തിരിച്ചറിഞ്ഞതും വ്യക്തമാക്കുന്നുണ്ട്. മുൻ വിവാഹത്തെ ചൊല്ലിപ്പറ്റി ചന്ദ്രശേഖറുമായി ഭവാനി നിരന്തരം വഴക്കിട്ടിരുന്നു. തുടർന്ന് ഇയാളിൽ നിന്നും അകന്ന ഭവാനി വീട്ടുകാർ കൊണ്ടുവന്ന മറ്റൊരു വിവാഹാലോചനയ്ക്ക് സമ്മതവും മൂളി. അടുത്ത ആഴ്ച ഭവാനിയുടെ വിവാഹ നിശ്ചയം നടത്താനുള്ള ഒരുക്കങ്ങൾ കുടുംബം നടത്തുന്നതിനിടയിലാണ് ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഭവാനിയുടെ വിവാഹ നിശ്ചയ വിവരം അറിഞ്ഞ ചന്ദ്രശേഖർ ശനിയാഴ്ച ഇവരുടെ താമസ സ്ഥലത്തെത്തി ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്തു. തുടർന്ന് പ്രകോപിതനായ ഇയാൾ ഭവാനിയോടൊപ്പമുള്ള വിവാഹ ഫോട്ടോകൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡും ചെയ്തു. ഈ ചിത്രത്തിൽ ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഭവാനിയുടെ ബന്ധുക്കൾ ഉടൻ തന്നെ വിവരം കുട്ടിയുടെ മാതാപിതാക്കളെ അറിയിക്കുകയും ആയിരുന്നു. കാര്യങ്ങൾ അന്വേഷിക്കാനായി വീട്ടുകാർ ഭവാനിയെ ഫോണിൽ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കോൾ എടുത്തിരുന്നില്ല. തുടർന്ന് ഭവാനിയുടെ പിതാവ് വീട്ടുടമസ്ഥനെ വിളിച്ച് വിവരം പറയുകയും വീട്ടുടമ നാട്ടുകാരുടെ സഹായത്തോടെ വാതിൽ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഭവാനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സമയം ചന്ദ്രശേഖറും വിഷം ഉള്ളിൽ ചെന്ന അബോധാവസ്ഥയിൽ മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഏതൊരു ആത്മഹത്യാ ശ്രമമാണെന്ന് തോന്നിച്ചെങ്കിലും പോലീസ് അന്വേഷണത്തിൽ കൊലപാതകത്തിന്റെ ലക്ഷണങ്ങളാണ് പുറത്തുവരുന്നത്. വിഷം കഴിച്ച് ഒരുമിച്ച് ജീവനെടുക്കാൻ ചന്ദ്രശേഖർ ഭവാനിയെ നിർബന്ധിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ വിഷം കഴിച്ച ഭവാനി അത് ഛർദ്ദിച്ചു കളഞ്ഞതോടെ ചന്ദ്രശേഖർ ഭവാനിയെ ക്രൂരമായി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസ് സംശയിക്കുന്നു. ഭവാനിയുടെ മരണം ഉറപ്പാക്കിയ ശേഷം ചന്ദ്രശേഖർ കൂടുതൽ അളവിൽ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാകാം അബോധാവസ്ഥയിലാകാൻ കാരണമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഭവാനിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിട്ടുണ്ട്. ആശുപത്രിയിൽ കഴിയുന്ന ചന്ദ്രശേഖറിനെ പോലീസ് കർശന നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ബാംഗ്ലൂരിൽ 22 വയസ്സുകാരി യുവതിയെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം വളരെയധികം ആസൂത്രിതമാണെന്നാണ് ഇതിനോടകം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാംഗ്ലൂരു സൗത്ത് മെഗ്ഡി സ്വദേശിനിയാണ് ഇപ്പോൾ മരിച്ചു കിടക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ പെണ്ണിന്റെ ഭാഗത്തും പയ്യന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന രീതിയിൽ പോലും എത്തുന്നതിലേക്കാണ് പോകുന്നത്.